നമസ്കാരം സാർ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിൽ കുറേ ഡെപ്തായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ അതിൽ നമ്മൾ മിസ് ചെയ്ത അല്ലെങ്കിൽ ഇനിയും സംസാരിക്കണമെന്ന് തോന്നിയ കുറേ പോയിന്റുകളുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിച്ച് നമ്മളൊരു ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് പ്ലോട്ട് സെലക്ഷനും വാസ്തുവും. അപ്പം അതിൽ തന്നെ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ നിറവും ഘടനയും വാസ്തുവിൽ എങ്ങനെയെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂമി തിരഞ്ഞെടുക്കുമ്പം എന്ത് ആവശ്യമാണ് നമുക്ക് നിൽക്കുന്ന ആദ്യം മനസ്സിലാക്കുക. വീട് വെച്ച് താമസിക്കാനായിട്ട് പീസ്ഫുൾ ഏരിയ ആണോ, അതോ റെൻറ്റ് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനാണോ, അതോ കൊമേഴ്ഷ്യൽ ലാൻഡാണോ, അതോ കൊമേഴ്ഷ്യലും അല്ലെങ്കിൽ വീടിനോട് ചേർത്തൊരു ലാൻഡാണോ, അതോ അഗ്രികൾച്ചർ ലാൻഡും വീട് ചേർത്ത്, ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേജ് നമുക്ക് ഉണ്ടാവും. അതിലേത് യൂസാണ് പർട്ടിക്കുലർ ഈ ക്ലയൻറ്റ് വേണ്ടിയത് അതനുസരിച്ചുള്ള ഭൂമിയാണ് എടുക്കേണ്ടത്. അങ്ങനെ ഭൂമി എടുക്കുമ്പോൾ മാത്രമേ അതിനെ എല്ലാ ഭൂമിയിലും വാസ്തുപരമായ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കാണും. അത് പരിഹരിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഭൂമി കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ വാസ്തുവിൽ ഞാൻ കൂടുതലങ്ങോട്ടൊരു ആഴമായി അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് സയൻസ്, എൻ്റെ നിർവചനം പറ്റി സയൻസ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ മനുഷ്യൻ്റെ ദേഹത്തുനിന്ന് പോകുന്നതായ എമിറ്റ് ചെയ്യുന്ന ഗ്യാസസും മനുഷ്യനെ ശ്വസിച്ചു വിടുന്ന എക്സോസ് ഗ്യാസും എല്ലാം പുറത്തു പോകത്തക്കോണമുള്ള ഈ ഫ്രീ വെന്റിലേറ്റഡ് എയർ കിട്ടത്തക്കോണം ഒരു വാതിൽ ഇൻഗ്രസും എഗ്രസും ഉണ്ടാവണം. അപ്പോൾ അത് എങ്ങോട്ടാണ് അതിൻ്റെ ദർശനം? നമ്മുടെ സൂര്യൻ കിഴക്കുന്ന ദിശയിലാണെങ്കിൽ പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ വാതിൽ, അതിൻ്റെ ക്രമീകരണം, ഇതെല്ലാം കൂടെ ചേർത്തൊരു സംഭവമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അതിനെ ഒരു ചിത്രീകരിച്ച് എന്തൊക്കെയോ വലിയ സംഭവമാക്കി 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നത് ചിലപ്പം വീട് വയ്ക്കാനായിട്ട് സ്ഥലം പോലും തികയത്തില്ല. ആ ലെവലിലേക്ക് അത് കൊണ്ടുപോകും. ബട്ട് ആക്ച്വലി അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള എയറേഷൻ കിട്ടണം. നമ്മുടെ വീടൊരു പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രമായിട്ട് മാറും. ഇത് രണ്ടുമേ ഉള്ളൂ ഇതിൻ്റെ പേരിലുള്ള പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏത് ആവശ്യത്തിനാണ് നമ്മുടെ പ്ലോട്ടെന്ന് ആദ്യം നോക്കിയിട്ട് വേണം പ്ലോട്ടിലേക്ക് പോകാൻ. ഈ വാസ്തു സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഭയങ്കരമായിട്ട് നമ്മൾ ഇതിൽ നോക്കുകയൊക്കെ ചെയ്യുന്നത്? അന്ധവിശ്വാസങ്ങൾ കൂടുതൽ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ. കാരണം ഇപ്പം ഈ വീടെന്ന് പറയുന്ന സാധനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവനുള്ള സാധനം എന്ന് പറഞ്ഞു. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളുകൊണ്ട് നമ്മൾ വീട് പണിയുന്നു, വീട് താമസിക്കുന്നു. അപ്പം അതിനകത്ത് നമ്മൾ അടച്ചുപൂട്ടി, ഇപ്പം നമ്മൾ കൊല എങ്ങനെ നമ്മൾ ഒലയ്ക്കാത്തിടുന്നത്, എയർ കിട്ടാത്ത രീതിയിൽ ടൈറ്റ് ആക്കിക്കൊണ്ട് അതിനെ ചൂട് കൊടുക്കുക ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചിട്ട് മുറിക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം കുറയും. അപ്പോൾ നമ്മൾ വെക്കുന്ന വീട് എങ്ങനെയാണ് എയറിൻ്റെ ഫ്ലോ, കാറ്റെങ്ങനെ അടിക്കുന്നു, ആ രീതിയിലുള്ള ഡയറക്ഷനിൽ വെക്കുകയും നമ്മുടെ ആ എക്സോസ് ഗ്യാസസ് പോകാനും ഒരു പോസിറ്റീവ് എനർജി കിട്ടാനുള്ള കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് വാസ്തുവിന് സ്ഥാനമില്ല. അപ്പം അല്ല വാസ്തു പ്രകാരം വീട് വെച്ചിട്ട് ഞാൻ ആ ഒരു 250 കൊല്ലം താമസിക്കാൻ വിചാരിച്ച് മിഥ്യാധാരണയില്ലേ. അപ്പം നമ്മളെ ഇപ്പം കിണർ കുഴിക്കുന്നതിന് നമ്മൾ സ്ഥാനം കാണും. ഈ സ്ഥാനം കാണുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ കൺസെപ്റ്റ് വെച്ചാൽ ജിയോളജിക്കാർ വന്നിട്ട് വാട്ടർ ഡയറക്ഷൻ എവിടെയാണെന്ന് കണ്ടെത്തും. അവിടെയാണ് കുറ്റിയടിക്കുന്നത്. അതിന് കുറച്ചുകൂടെ പ്രൊമോട്ട് വേണമെങ്കിൽ ആൾക്കാർ പറയും അതിങ്ങനെ പ്ലാവൽ ഒഴിച്ച് വെള്ളം വീഴും, അല്ലെങ്കിൽ പാല് അതിൻ്റെ കറ വീഴും. അത് എനിക്കറിയില്ല. പക്ഷേ എന്നായാലും ശരി, ഈ പറഞ്ഞ ആനോട് വെച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണത്തിൽ വെള്ളം എടുത്ത് വരുമ്പോൾ അഞ്ഞിട്ട് റിഫ്ലക്റ്റ് ചെയ്യും ആ പോയിന്റിൽ ഇത്ര മീറ്റർ. അതാണല്ലോ ജിയോളജി വിശ്വസിക്കുന്നത്. ഇറ്റ്സ് എ പ്യുവർ സയൻസ്. അപ്പം വാസ്തു പറഞ്ഞാൽ ആ ലെവലിൽ മാത്രം കൺസിഡർ ചെയ്യും. വാസ്തുവിന് അമിതമായ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഡയറക്ഷൻസ് വേണം, വിൻഡിൻ ഡയറക്ഷൻസ് വേണം, എവിടെയാണ് നമുക്ക് ആ വിൻഡ് കൂടുതൽ കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അതിനപ്പുറമായിട്ട് വാസ്തുവിന് സാധനം കൊടുത്ത് ഇപ്പോൾ പല വീടുകളും നല്ല വീടുകളൊക്കെയും പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞ് വാസ്തുപ്രകാരം അടുക്കള പിന്നെ ബെഡ്റൂം അടുക്കള ആക്കും. എന്തൊക്കെയാ പണിയെന്ന് നമുക്കറിയത്തില്ല. എന്നിട്ട് അവിടെ എല്ലാ ദോഷങ്ങളും മാറുമെന്ന് പറയും. പിന്നെയും ദോഷം വരത്തില്ല. ഈ മോഡേൺ എന്തെങ്കിലും ടെക്നോളജി, എന്തെങ്കിലും സാധനം ഇതിനെ പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാസ്തുവിനെ റീപ്ലേസ് ചെയ്യുന്നത്? അതായത് ഇപ്പം നമ്മൾ നാട്ടിൽ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിളിച്ച് കാണിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അത് ഒരു എഞ്ചിനീയറുടെ ഒപ്പീനിയനു മേളിൽ ഇതിന് നമ്മൾ അമിതമായിട്ട് പ്രാധാന്യം കൊടുത്ത് അപ്പം ടോട്ടൽ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ മാറ്റങ്ങളൊക്കെ വരുന്ന രീതിയിലോട്ടൊക്കെ പോകാറുണ്ട് കാര്യങ്ങൾ. അപ്പം ഇതല്ലാതെ ഇപ്പം എന്തുമായാലും ഒരു കസ്റ്റമർ എന്തായാലും ചിലപ്പം വിശ്വാസങ്ങളുള്ള ആളായിരിക്കും. അപ്പം അവരെ നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ചെയ്യാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷേ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരു യുവതലമുറയല്ലേ ഇനിയുള്ള കാലങ്ങളിൽ വീടൊക്കെ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടെ സയൻസിലൊക്കെ വിശ്വാസം അർപ്പിക്കുന്ന ആൾക്കാരാണ് ഈ ബിലീഫിനെക്കാട്ടിൽ കൂടുതൽ. അപ്പം
അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ രീതിയിലുള്ള ഒരു നിർമ്മാണ രീതി ഇപ്പം ഉണ്ടായി വരുന്നുണ്ടോ? അതോ ഇതേ ഇപ്പോഴും നമ്മൾ നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റുകളൊക്കെ എങ്ങനെയാ വാസ്തു നോക്കിയാണ് വെക്കുന്നത്? അല്ലല്ലേ? അല്ല, അവര് പ്യൂർലി സയൻസ് ആണ്. സോയിൽ ടെസ്റ്റ് ചെയ്യുന്നു, ബിയറിംഗ് കപ്പാസിറ്റി കാണുന്നു, അതിനുശേഷം അവർ തീരുമാനിക്കുന്നു എവിടെയാണ് ഇതിൻ്റെ എയർ ഫ്ലോ എപ്പോഴും നോക്കും. എയർ ഫ്ലോ നോക്കും, എന്നിട്ട് അവരനുസരിച്ച് അതിൻ്റെ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും. ഒരു ഫ്ലാറ്റ് വാങ്ങിയതിനെ സംബന്ധിച്ചോളം അവനെ വാസ്തു നോക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ആ സ്ട്രക്ചർ പണിഞ്ഞേക്കുന്നത് അതിനകത്തൊരു യൂണിറ്റ് വാങ്ങിക്കാനേ പറ്റൂ. ഇതൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് വരുമ്പോൾ സ്ഥലം അല്പം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആ ത്വരയൊക്കെ വരും. വാസ്തു നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കിണർ അപ്പുറത്തവൻ്റെ മുറ്റത്തായിരിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഫ്ലാറ്റ് കൺസെപ്റ്റിലേക്ക് പോകുമോ? തിരുവനന്തപുരം പോലുള്ള അല്ലെങ്കിൽ കൊച്ചി പോലുള്ള പട്ടണങ്ങൾ 2 സെൻറ്റും 3 സെൻറ്റും വാങ്ങിക്കുന്നവർക്ക് യഥാർത്ഥമായ വാസ്തു നോക്കുകയാണെങ്കിൽ ആ സ്ഥലം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു വാസ്തു വെച്ചാൽ ഒരു കൊമേഴ്സിൻ്റെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ്റെ വാസ്തു നടക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു നല്ല ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചോളം അയാൾ ആ പ്ലോട്ട് നോക്കി അതിൻ്റെ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഡയറക്ഷൻസ് നോക്കി എവിടെയാണ് കെട്ടർ പ്ലേസിന് നോക്കുക മാത്രമേ. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാമെന്ന്. പിന്നെ അതുകൊണ്ടൊക്കെ നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുക, ഈശാനകോണ്, വസ്തുവിൻ്റെ ചരിവ് നോക്കുക. അപ്പം ഇതും ഈ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വാസ്തുവിന് ഡെലിവേർഡ് ആണ് ഈ സാധനം. കാരണം അല്ലാതെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. തെക്കോട്ട് ചരിഞ്ഞ് കിടക്കുക, വടക്കോട്ട് ചരിഞ്ഞ് കിടക്കുക എന്നൊക്കെ പറയുമ്പോഴേ വാട്ടർ ഡയറക്ഷൻ ആണ് ഒരു കാര്യം, 2 വിൻഫ്ലോ ആണ്, 3 സൺലൈറ്റ് ആണ്. ഈ 3ഉം ഒത്തുവരുന്ന ഒരു ക്രമീകരണത്തെ നമുക്ക് എവിടെയും വിടുവിക്കും. അത് നമ്മളിവിടെ നമ്മൾ ഇന്ന് പറയുന്നത് ഈ പറഞ്ഞ സാധനം ടെക്നിക്കലി ക്വാളിഫൈഡ് ആൾക്കാരല്ല കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പരമ്പരാഗതമായി ചെയ്തു വരുന്നവരാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പം എറണാകുളം ബേസ്ഡ് ഒരു ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ബോംബെ ബേസ്ഡ് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് നാട്ടിൽ ഒരു വീട് പണിയിപ്പിച്ചാൽ ഈ ഡസൻ ലുക്ക് ഫോർ വാസ്തു. ഒരു പ്ലാൻ കൊണ്ടിരുന്നു, അയാൾ മറ്റേ മെഷീൻ വെച്ച് നോക്കുന്നു, വേർ ഇസ് ഈസ്റ്റ് നോർത്ത് സൗത്ത് വിൻ ഡയറക്ഷൻ നോക്കുന്നു, അയാൾ പ്ലേസ് ചെയ്യുന്നു. അയാൾക്കോടെ അതിനെക്കുറിച്ച് അയാൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ അതേ സാധനം എടുത്ത് നമ്മുടെ നാട്ടിലെ ഒരു പരമ്പരാഗത ഒരാളിലേക്ക് കൊടുത്താൽ അയാൾ അതിന് വാസ്തുപ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമ്മൾ ഫ്രണ്ട് വരുന്ന സ്ഥാനത്ത് അടുക്കള വരും, അടുക്കള വരുന്ന സ്ഥാനത്ത് കാർ പോർച്ച് വരും. ഇങ്ങനെ നമ്മുടെ മനസ്സിന് പിടിക്കാത്തൊരു സ്ട്രക്ചറായിട്ട് അവസാനം വരും. അതിനകത്ത് വലിയ അർത്ഥവുമില്ല. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും പോയി ഫ്ലാറ്റ് വാങ്ങിച്ചാൽ അവിടെ ഈ പറഞ്ഞ ഒരു സാധനം നോക്കാൻ പറ്റില്ല. ആ പറയുന്നത് എങ്ങനെയാണ് പണിഞ്ഞിട്ടേക്കുന്നത് ആ രീതിയിൽ ഫ്ലാറ്റ് വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ എങ്ങോട്ട് താമസിച്ചാലും എൻ്റെ കൺസേൺ വെച്ചാൽ നമ്മുടെ എങ്ങനെ താമസിച്ചാലും വരാനുള്ളതൊന്നും വഴി താങ്ങില്ല, വന്നേ പോകുള്ളൂ. പിന്നെ നമ്മളുടെ ചെയ്തേക്കുന്ന നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളൊക്കെ തമ്പുരാൻ അല്ലെങ്കിൽ ഈശ്വരൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ സഹായിച്ചു കൊണ്ടുപോകുന്നതല്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് സയൻസ്, അതിന് സംശയമൊന്നുമില്ല. അപ്പം നമുക്കിതൊക്കെ നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു സ്ഥലം മേടിക്കാൻ പോകുന്ന ആളാണ്, സ്വന്തമായിട്ടൊരു വീട് വെക്കാനാണ് ഉദ്ദേശം. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി നമുക്കൊരു പ്ലോട്ട് മേടിക്കാൻ പറ്റും? പുതിയതായിട്ടൊരു പ്ലോട്ട് ഉണ്ട്, പക്ഷെ നമുക്ക് അറിയത്തില്ല, അവിടുത്തെ ജലലഭ്യതയെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് ആ എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ വെളിച്ചം എങ്ങനെയാണ് ആ സ്ഥലത്തോട്ട് കിടക്കുന്നത്, ചരിവുകളെ കുറിച്ച് നമുക്ക് വലിയ പിടിയില്ല. അപ്പം നമുക്ക് എങ്ങനായിരിക്കാം, ആരുടെ സഹായം നമുക്ക് തേടാൻ? നമ്മുടെ നാട്ടിൽ ഈ പ്ലോട്ട് വാങ്ങുക എന്ന് പറയുന്നത് ആദ്യം അതിന് പ്രാമുഖ്യം കൊടുക്കുന്ന വിലയ്ക്കാണ്. ആ സിറ്റുവേഷൻ മാറണം. ഈ വിലയല്ല പ്രധാനം. ഇപ്പം നിങ്ങൾക്കൊരു വീട് പണിയണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഏരിയ മനസ്സിലുണ്ടാവും. ഇന്ന ഏരിയയിലെ ഞാൻ വീട് വയ്ക്കുകയുള്ളൂ. ഓക്കെ, ആ ഏരിയ വീട് വയ്ക്കാൻ നിങ്ങളൊരു പ്ലാൻ, ഒരു എഞ്ചിനീയറെ നിങ്ങൾ കണ്ടെത്തണം, നിങ്ങളുടെ മനസ്സിന് പിടിക്കുന്ന ഒരു എഞ്ചിനീയർ. അതിനുശേഷം അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങൾ 2-3 പ്ലോട്ട് കാണാൻ പോകുന്നു. അതിനകത്ത് അദ്ദേഹത്തിന് നിങ്ങളുടെ ഒരു വ്യൂ കിട്ടും, നിങ്ങളുടെ ഐഡിയ എന്ത്. അത് ആ പറഞ്ഞ പ്ലോട്ട് അത് സീറ്റിംഗ് ആവുമോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ പ്ലോട്ട് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് സീറ്റിംഗ് ആവുക എന്ന് വെച്ചാൽ പ്രോക്സിമിറ്റി ടു ഹോസ്പിറ്റൽ, പ്രോക്സിമിറ്റി ടു സ്കൂൾ, പ്രോക്സിമിറ്റി ടു പിന്നെ വർഷിപ്പ് സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള പ്രോക്സിമി ഏരിയ ആണോ? അതോ മുനിസിപ്പാലിറ്റി ഗാർബേജ് കൊണ്ടുവന്ന സ്ഥലത്ത് അടുത്താണോ? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കുളങ്ങളോ അങ്ങനെ നല്ല മാർക്കറ്റിന് അടുത്താണോ? ഇങ്ങനെ പല പ്രാമുഖ്യങ്ങളുണ്ട്. അല്ല ഇച്ചിരി സൈലൻസ് വേണ്ട സ്ഥലമാണോ? അപ്പം ഇത് നോക്കിയിട്ട് വേണം ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ. അത് തിരഞ്ഞെടുത്ത് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഈ പ്ലാൻ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച എഞ്ചിനീയറോട് ചേർന്ന് വേണം ഈ പ്ലോട്ട് കാണാൻ പാടില്ല. അപ്പോൾ അതിനെൻ്റെ ഒരു പ്രത്യേക ഗുണം വെച്ചാൽ ഒരു ക്ലയൻറ്റിന് അറിയത്തില്ല ഞാൻ ഉദ്ദേശിക്കുന്ന വീട് ഈ പറഞ്ഞ പ്ലോട്ട് നിൽക്കുമല്ലോ, ക്ലയൻറ്റിന് അറിയത്തില്ല. അത് എഞ്ചിനീയർക്ക് മനസ്സിലാവും. അയാളുടെ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ നീളവും വീതി അയാളുടെ മനസ്സിലുണ്ട്. അയാൾക്ക് ഈ പ്ലോട്ട് കാണുമ്പോൾ നീളവും വീതി വെച്ചിട്ട് മനസ്സിലാകും ഈ ഡയറക്ഷൻ അനുസരിച്ച് വെക്കാൻ പറ്റുമോ, പുള്ളി കൺസിഡർ ഡയറക്ഷൻസ് വെക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ഇതിൻ്റെ വിൻഫ്ലോ, ഇതെല്ലാം പുള്ളി തീരുമാനിക്കും. എന്നിട്ട് പുള്ളി പറയും ഈ പ്ലോട്ട് കൊള്ളാണോ എന്നാണ്. ഇതൊന്നും നോക്കാതെ പ്ലോട്ട് പോയി അങ്ങ് വാങ്ങിക്കും. ആ പ്ലോട്ട് പോയി വാങ്ങിച്ചിട്ട് നമ്മൾ പറയും ഇതിനകത്ത് വീട് വയ്ക്കണം. പിന്നെ അയാൾ എന്ത് ചെയ്യാൻ പറ്റും? ഒക്കുന്നിടത്ത് ഒപ്പിക്കുക, നേരെ തിരിച്ച് ചെയ്യേണ്ടി. അങ്ങനെ വരുമ്പോൾ ഈ പല പ്രശ്നങ്ങൾക്കും മാറ്റം വരും.
ചില പ്ലോട്ടിൽ പുള്ളി കണ്ണുടച്ച് ഒക്കത്തില്ല എന്ന് പറയും, ശരിയായിരിക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പുള്ളിക്ക് ആ പ്ലാൻ സീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിൽ ആ പ്ലോട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മൾ ഈ സംഭവം തിരിഞ്ഞു വീണാൽ മാത്രം, റിവേഴ്സ് പ്രോസസ്സ് നടന്നാൽ മാത്രമേ ഇതിന് പൂർണ്ണ പരിഹാരമാകൂ. ആദ്യം നിങ്ങൾക്കൊരു പ്ലാൻ മനസ്സിൽ വേണം, അത് കഴിഞ്ഞ് നിങ്ങളുടെ എഞ്ചിനീയറെ കണ്ടെത്തണം, ആ എഞ്ചിനീയർ ചേർന്ന് വേണമെങ്കിൽ പ്ലോട്ട് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച സ്ട്രക്ചർ അവിടെ ആ സ്ഥലത്ത് സ്ഥാപിതമാക്കാൻ പറ്റുമെങ്കിൽ മാത്രം പ്ലോട്ടിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും, കാരണം പുള്ളി ഒരു പ്ലോട്ട് പുള്ളി നോക്കും, ഈ പറഞ്ഞ പ്ലോട്ടിനകത്ത് എനിക്കൊരു കിണറെടുക്കാൻ പറ്റുമോ, ഈ പ്ലോട്ടിനകത്ത് എനിക്കൊരു മഴക്കുഴി എടുക്കാൻ പറ്റുമോ, ഇതിനകത്ത് വേസ്റ്റ് വാട്ടർ ഇടാനുള്ള ടാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ, പിന്നെ മുനിസിപ്പാലിറ്റി സ്റ്റോറേജ് ടാങ്ക് എടുക്കാൻ പറ്റുമോ, സെപ്റ്റി ടാങ്ക് എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി നോക്കും. മഴ പെയ്താൽ ഇനി വെള്ളം എങ്ങോട്ട് വിടും ഞാൻ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഓടയുണ്ടോ, ഇലക്ട്രിക് പോസ്റ്റ് അടുത്തുണ്ടോ, ഇതെല്ലാം പുള്ളി നോക്കും. എന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഫേസ് എങ്ങോട്ടാണ് വരുന്നത്, ഇതിൻ്റെ ഫ്രണ്ടേജ് എവിടെ വരും, ഇതൊന്നും കാണാതെ പുള്ളിക്ക് ഒരു പ്ലോട്ട് കാണിച്ചിട്ട് ഇങ്ങനെ വരച്ചോ ഇങ്ങനെ വെച്ചോളം പറഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മുടെ ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത്. ഈ പ്ലോട്ട് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അവർ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യും, നമ്മൾ വിചാരിക്കും അങ്ങേപ്പുറത്ത് പ്ലോട്ട് നല്ല ഇങ്ങേപ്പുറത്ത് പ്ലോട്ടല്ല, നമ്മൾ ചെല്ലുന്ന പ്ലോട്ട് ഒന്നും നടക്കത്തില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പ്ലോട്ട് വാങ്ങിച്ചും പോയി. ഇപ്പം നമ്മൾ പ്ലോട്ട് മേടിച്ചു സാർ, അപ്പം പറഞ്ഞ കണക്ക് തന്നെ നമ്മളൊരു എഞ്ചിനീയറുടെ സഹായം ഉണ്ടായിരുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീട് വെക്കാൻ വേണ്ടി നമ്മളൊരു പ്ലോട്ട് മേടിച്ചു. അപ്പോൾ ആ പ്ലോട്ടിൽ കുറച്ച് മരങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് ചുറ്റും അയൽവാസികളുടെ മരങ്ങളുണ്ടാവാം. അപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇത് ഒരു പക്ഷേ ചിലപ്പം റിമൂവ് ചെയ്യേണ്ടി വരും, അതായത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും നമ്മൾ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതും, അപ്പോൾ അത് പ്രോപ്പറായിട്ട് ലീഗലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം? സാധാരണ നമുക്ക് അങ്ങനെ ലീഗൽ വിഷയം വരത്തില്ല. നമ്മുടെ ഒരു മാനുവൽ അനുസരിച്ച് നമുക്ക് അയൽവക്കാൻ ഡിസ്റ്റർബ് ആയിട്ടുള്ള മരങ്ങളൊക്കെ മുറിച്ചു കൊടുക്കണം എന്നാണ് പൊതുവെയുള്ള പ്രിൻസിപ്പിൾ. സ്വാഭാവികമായിട്ട് അധികം ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ